നമസ്കാരം. മിനിഞ്ഞാന്ന് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും പിണറായി വിജയന്റെ മരുമകന്റെ കോഴിക്കോട്ടെ വീട്ടിലുമൊക്കെ ഇ.ഡി. റെയ്ഡ് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നടന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അവർ വന്ന വാഹനം തല്ലി തകർത്തതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നത് വീണ വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് മിനിഞ്ഞാന്ന് തന്നെ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുമൊക്കെ പറഞ്ഞതാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതുപോലെ തന്നെ വന്നിരിക്കുന്നു. മിനിഞ്ഞാന്ന് നടന്ന പരിശോധനയിൽ വീണ വിജയൻ്റെ ഫോണ് ഇ.ഡി. പിടിച്ചെടുത്തിരുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് വീണ വിജയനെ പ്രതിരോധത്തിലാക്കുന്നതാണ്, വീണ വിജയനെ കൂടുതൽ കുരുക്കിലേക്കാക്കുന്നതാണ്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഈ 12 റെയ്ഡിൻ്റെയും രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡ് സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് ഇന്ന് ചേരും. അതിനുശേഷം പിടിച്ചെടുത്ത രേഖകളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധന തുടങ്ങും. ഇതിൽ വീണയുടെ ഫോൺ പരിശോധന നിർണായകമാകും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. രേഖകൾ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വീണയ്ക്കും CMRLുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നോട്ടീസ് നൽകാനും ഇ.ഡി. തീരുമാനിച്ചിട്ടുണ്ട്. എക്സാലോജിക് ഇടപാടിൻ്റെയും CMRL പല രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അടക്കമുള്ളവർക്ക് പണം നൽകിയതിൻ്റെയും ഒക്കെ തെളിവുകൾ ഇതിനകം തന്നെ ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് കമ്മീഷന്റെയും ഇതിനെ മുൻനിർത്തിയുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടുമൊക്കെ ഇ.ഡിയുടെ പക്കലുണ്ട്. SFIO റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും പരാമർശിച്ചിരുന്നു. മാത്രമല്ല CMRLലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയെല്ലാം നേരത്തെ തന്നെ ഇ.ഡി. വിശദമായി ചോദ്യം ചെയ്യുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് എക്സാലോജിക്കിന് പുറമെ നടത്തിയ പണമിടപാടുകളുടെ വിവരങ്ങൾ ഇ.ഡിക്ക് കിട്ടിയത്. റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്തവയിൽ ഈ വിവരങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുന്ന രേഖകളും തെളിവുകളുമാണ് ഇനി ഇ.ഡി. പരിശോധിക്കുക. ഇത്തരം ശക്തമായ തെളിവുകൾ തന്നെയുണ്ടെന്നാണ് പ്രാഥമികമായി വ്യക്തമായതെന്നാണ് ഇ.ഡിയുടെ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. റിവ്യൂ മീറ്റിംഗിന് ശേഷം അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സ്വത്ത് മരവിപ്പിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് ഇ.ഡി. കൈമാറും. അതിനുശേഷം റെയ്ഡിൽ 242 അക്കൗണ്ടുകളിലായി 18,36 ലക്ഷം രൂപയാണ് ഇ.ഡി. ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതിൽ വീണ വിജയൻ്റെ അക്കൗണ്ടും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രേഖകൾ പരിശോധിച്ചതിന് ശേഷം റെയ്ഡ് സംബന്ധിച്ച് ഇ.ഡി. ഡയറക്ടറേറ്റിനുള്ള വിശദമായ റിപ്പോർട്ടും അന്വേഷണം നടത്തുന്ന കൊച്ചി സോണൽ ഓഫീസ് കൈമാറും. ഇതിനെ തുടർന്ന് പിന്നീട് വീണ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിന് വിളിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വീണയുടെ പിടിച്ചെടുത്ത ഫോൺ പരിശോധന ഈ കേസിൽ നിർണായകമാകും എന്നും ഇ.ഡി. വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. CMRLൽ നിന്ന് 2,72 ലക്ഷം രൂപയാണ് എക്സാലോജിക് കൈപ്പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ്, ഈ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഇ.ഡി. ഇപ്പോൾ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നത്. വീണയെ കൊണ്ട് തന്നെ ഫോൺ തുറപ്പിച്ച് പരിശോധന നടത്തുന്ന കാര്യമാണ് ഇപ്പോൾ ഇ.ഡിയുടെ മുന്നിലുള്ളത്. ആ കാര്യത്തിനാണ് അവർ പരിഗണന നൽകുന്നത്. ഇത് കഴിയുന്നില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഫോൺ തുറക്കാനാണ് ഇ.ഡിയുടെ തീരുമാനം. അതായത് ഇനി വീണ ഇത്തരത്തിൽ ഫോൺ തുറക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ, എനിക്ക് വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തുറക്കാനുള്ള വഴികളുണ്ട്. അവർ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഫോൺ തുറക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനിടെ ഇ.ഡിയുടെ നടപടിക്കെതിരെ തങ്ങളുടെ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ആലോചന നടത്തുന്നുണ്ട്. റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇ.ഡിയുടെ തുടർ നടപടികളെ തടയാനുള്ള ശ്രമമായിരിക്കും കോടതിയിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മുമ്പ് ബംഗാളിലാണ് ഇത്തരത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരൊക്കെ പിന്നീട് അനുഭവിക്കുകയും ചെയ്തു. സമാനമായ സംഭവം ഉണ്ടായത് പിന്നീട് കേരളത്തിലാണ്. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു. അക്രമം നടത്തിയവരൊക്കെ അക്രമത്തിനകത്ത് പോകും, വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ ചുമത്തി ഈ പറയുന്ന അന്തം കമ്മികളൊക്കെ അകത്ത് പോകും, ബാക്കിയുള്ളവരൊക്കെ പുറത്തു നിൽക്കും. എന്തായാലും ഇതിൻ്റെ പരിണിത ഫലം വരുന്നത് ഈ വീണ വിജയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായി അവർ ഈ അന്വേഷണം ഊർജിതമാക്കും. അവിടെ മുൻ മുഖ്യമന്ത്രിയെന്നോ ധർമ്മടം MLA എന്നോ ഉള്ള യാതൊരു പരിഗണനയും കാണിക്കില്ല. പിണറായി വിജയന് ഒരു കീറക്കടലാസിന്റെ വില മാത്രമാണ് ഇപ്പോഴുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ പിണറായി വിജയൻ ഉള്ളത്. പാർട്ടി അണികൾക്ക് പോലും ഒരു വിലയില്ലാത്തൊരു വസ്തുവായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. പക്ഷേ കുറേ നേതാക്കൾക്ക്, MV ഗോവിന്ദൻ അടക്കമുള്ള കുറേ നേതാക്കൾക്ക് ഈ പ്രസ്ഥാനത്തെ ഇത്തരത്തിൽ ഈ കുറേ ഗുണ്ടകളെ മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് എന്തായാലും നമ്മൾ അവിടെ കണ്ടത്. എന്തായാലും വീണയും വിജയനും ഒന്നും സമാധാനമായി ഉറങ്ങുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ 2,72 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള കാര്യം നമ്മളെക്കാൾ നന്നായി അവർക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം അറിയില്ല, ഏതൊക്കെ വഴിയാണ് പണി വരുന്നത് എന്ന് അവർക്കറിയില്ല. കാരണം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം അങ്ങനെ മാധ്യമപ്രവർത്തകരെ, ഉദ്യോഗസ്ഥരെ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ പിണറായി വിജയൻ ദ്രോഹിച്ചിട്ടുണ്ട്. അവരൊക്കെ ഏത് വഴിയാണ് പണി കൊടുക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകം തന്നെയാകും. അവിടെ പിന്നെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല. കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, അന്നത്തെ
പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ 1 കൊല്ലം പാരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നത്. ആ ബിനീഷ് കോടിയേരി ഇന്ന് പുറത്തുണ്ട്. അതേ സ്ഥാനത്തേക്ക് വീണ എത്തിപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വീണയ്ക്കും കിടക്കാനുള്ള സ്ഥലം എന്തായാലും പാരപ്പന അഗ്രഹാര ജയിലിൽ ഉണ്ടാകും എന്നുറപ്പാണ്.